വെടിക്കെട്ട് കൊണ്ട് പേരുകേട്ട പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ നെന്മാറ വല്ലങ്ങി വേല ഇന്നാണ്. പുലർച്ചെ മുതൽ ഇരുദേശങ്ങളിലെയും ചടങ്ങുകൾക്ക് തുടക്കമായി. എഴുന്നള്ളത്തിന് ശേഷം വൈകിട്ട് 6:30-ക്ക് പകൽ വെടിക്കെട്ടും നാളെ പുലർച്ചെ 3-ന് പ്രധാനപ്പെട്ട വെടിക്കെട്ടും നടക്കും. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ നെന്മാറ വല്ലങ്ങി വേല പലതരത്തിൽ പ്രശസ്തമാണ്. ഒന്ന്, അവിടുത്തെ ഈ ആനകളുടെ ഒരു വലിയ ധാരാളം ആനകൾ നിരക്കുന്ന ഒരു വേലയാണ്. മാത്രമല്ല ഏറ്റവും വലിയ വെടിക്കെട്ട് എന്നുള്ള പ്രശസ്തിയൊക്കെ അതിനുണ്ട്. ഇത്തവണ എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ? ഹർഷൻ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. പക്ഷേ പാലക്കാടിൻ്റെ മാത്രമല്ല, ഈ വേല കാണുന്നതിന് വേണ്ടി മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് വരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രധാനപ്പെട്ട ഈ ചടങ്ങ് നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ തന്നെ തൊഴുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ്, നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ് അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും നടക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. 2 ദേശങ്ങളിൽ നിന്നായി, നെന്മാറ വല്ലങ്ങി 2 ദേശങ്ങളിൽ നിന്നായി എഴുന്നള്ളത്ത്, പിന്നീട് വെടിക്കെട്ട്. ഈ വെടിക്കെട്ട് വലിയ പ്രാധാന്യമാണ്. ഹർഷൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വെടിക്കെട്ടിന് പ്രാധാന്യമുള്ളതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടാണ് സാധാരണഗതിയിൽ ഒരുപാട് പേർ പെരുമയായി പറയാറുള്ളത്. പക്ഷേ അതിനേക്കാൾ കേമമാണ് നെന്മാറ വല്ലങ്ങി വേലയിലെ വെടിക്കെട്ട് എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. എന്തായാലും നമ്മുടെ നെന്മാറ MLA കെ ബാബു കൂടി നമ്മളോട് ചേരുന്നുണ്ട്. ഈ നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വികാരമാണ്. നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത് നെന്മാറ വല്ലങ്ങിക്കാരെ സംബന്ധിച്ചൊരു വികാരം തന്നെയാണ്. എന്നാണ് ഈ വേല ആരംഭിച്ചതെന്നോ, ആരാണ് ഇതിന് തുടക്കം കുറിച്ചതെന്നോ, എത്ര നൂറ്റാണ്ടായി ഈ വേല തുടങ്ങിയതെന്നോ ചരിത്രപരമായി പരിശോധിച്ചാൽ പോലും കാണാൻ കഴിയില്ല. അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വേല ആരംഭിച്ചിട്ടുണ്ട്. അത് 2-3 തരത്തിലാണ്. ഒന്ന്, വിശ്വാസികളെ സംബന്ധിച്ച് നെല്ലിക്കുളങ്ങത്തി ഭഗവതി എന്ന് പറയുന്നത് കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ നെന്മാറ. അപ്പോൾ കൊടകര ദേശത്തിൻ്റെയും കൂടെ ഭാഗമാണ്. കൊടകര മൂപ്പിൽ കാരണവരാണ്. ഈ നെല്ലിക്കുളത്തി ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയിലാണ്. അപ്പോൾ അവിടെ നെല്ലിയാമ്പതി മലയിൽ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ അവിടെ പോയിട്ട് തപസ് ചെയ്തു എന്നാണ്. തപസ് ചെയ്തതിന് ശേഷം ദേവിയുടെ പ്രീതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അന്ന് പട്ടക്കുടയാണല്ലോ, ആ പട്ടക്കുടയുമായി വന്ന് ഈ കുളത്തിനരികിൽ കൊണ്ട് പട്ടക്കുട വെച്ച് അദ്ദേഹം കുളത്തിലിറങ്ങി കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ പട്ടക്കുട എടുത്താൽ പൊങ്ങില്ല. കാരണം ഭഗവതി അതിൽ ആവഹിക്കപ്പെട്ട് ഇവിടെ വന്നു എന്നും അതിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് ഇന്ന് എന്ന് ഒരു വിശ്വാസങ്ങളെ സംബന്ധിച്ചുണ്ട്. മറ്റൊന്നുള്ളത്, യഥാർത്ഥത്തിൽ വേല ആഘോഷിക്കുന്നത് 2 ദേശങ്ങളാണ്. 2 ദേശങ്ങൾ മീനം 1-ാം തീയതിയാണ് കൂറയിടുക എന്ന് പറയും. കൂറ ഇട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഐതിഹ്യപരമായി നോക്കിയ ദാരികാവധമായി ബന്ധപ്പെട്ടത് അസുരവധമാണ്. അപ്പോൾ അതിന് ഭഗവതി പുറപ്പെടുമ്പോൾ ഈ നാട് കാക്കാൻ വേണ്ടി ഭഗവതിയുടെ പിതാവായ സാക്ഷാൽ പരമശിവൻ, അതെവിടെ അയിലൂർ ക്ഷേത്രമാണ്, ശിവക്ഷേത്രം. ആ രാവിലെ 2 ദേശത്തിൻ്റെ ആളുകളും നേരെ പോയി ശിവക്ഷേത്രത്തിൽ പോയി ആന എഴുന്നള്ളത്തോടുകൂടി പരമശിവനെ അവരുടെ കോലത്തിൽ ആവഹിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കും. എത്ര ദിവസം? 21 ദിവസം. അങ്ങനെ സ്ഥാപിക്കുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കളമെഴുത്ത് പാട്ടുണ്ട്. അത് കുറുപ്പ് സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഒരുപാട് ചടങ്ങുകളുള്ള ഒന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് വെടിക്കെട്ട് തന്നെയാണ്. വെടിക്കെട്ടിന് തുടക്കത്തിൽ അനുമതി നിഷേധിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഒരു വിഭാഗം ഹൈക്കോടതി പോയി അനുമതി കിട്ടിയിട്ടുണ്ട്, ഒരു ഭാഗത്തിന് കിട്ടി. എന്തായാലും വെടിക്കെട്ട് ഇത്തവണ കളറാവും. വെടിക്കെട്ടാണ് ഈ വേലയുടെ പ്രശസ്തി. അതുകൊണ്ട് പലരും പറയണില്ലേ തൃശ്ശൂർ പൂരമാണ് മഹത്വം. ആയിരിക്കാം. സംഭവബഹുലമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പൂരത്തിൻ്റെ മഹത്വം അതാണ്. പക്ഷേ വെടിക്കെട്ടിൻ്റെ മഹത്വം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെടിക്കെട്ട് മാത്രമൊന്നുമല്ല, ഏറ്റവും കേരളത്തിലെ പ്രഗത്ഭന്മാരായ വാദ്യകലാകാരന്മാരാണ് വരുന്നത്. ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ് ഇവിടെ വരുന്നത്. ഇതുപോലൊരു ആനപ്പന്തൽ, ചമയത്തോടു കൂടിയ ആനപ്പന്തൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തൃശ്ശൂർ പൂരത്തിൽ എവിടെയുള്ളത്? ചെറുതാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾക്കൊപ്പം അതിനേക്കാൾ മെച്ചപ്പെട്ടാണ് വെടിക്കെട്ട്. അതായത് വെടിക്കെട്ട് കാട്ടി നെന്മാറക്കാരെ പേടിപ്പിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ്. അത്രയേറെ ആളുകൾ വൈകുന്നേരത്തോടു കൂടി വരും. നമുക്കിവിടെ ഒന്നും നിൽക്കാൻ കഴിയില്ല. എന്തായാലും വലിയ ആവശ്യത്തിലാണ് നെന്മാറ വല്ലങ്ങി ദേശം. തീർച്ചയായും വലിയ വെടിക്കെട്ട് ഇന്ന് ആളുകൾ കാണാൻ കാത്തിരിക്കുകയാണ്. വലിയ പൂരമാണ് വല്ലങ്ങി വേല അവിടെ നടക്കുന്നത്. അവിടെ നിന്നാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് നൽകിയത്.